ഈ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുക എന്ന് പറയുന്നത് എന്താണ്? അതാണ് പ്രാർത്ഥന. നമ്മുടെ വിഷയങ്ങളെ ഓർത്ത്, ദൈവമേ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സങ്കടപ്പെടാൻ തയ്യാറാവണം. നമുക്ക് പലപ്പോഴും സങ്കടം വേറെ പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം, മറ്റുള്ളവരുടെ കാര്യം ഓർത്താണ് സങ്കടം. അങ്ങനെ സങ്കടപ്പെടണം. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓർത്ത്, ദൈവമേ എന്തുകൊണ്ട് എനിക്കൊരു ഉയർച്ച കിട്ടുന്നില്ല? നമ്മൾ സാധാരണ ഒരു വാക്ക് പറഞ്ഞല്ലോ, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ഓരോ ദിവസവും പിന്നിടുമ്പോഴും, ഓരോ മാസം പിന്നിടുമ്പോഴും, ഓരോ വർഷം പിന്നിടുമ്പോഴും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരണം. നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കുഴപ്പത്തെക്കുറിച്ചാണ് ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയണം. എന്തൊക്കെ ചെയ്യണം? സങ്കടപ്പെടണം, ദുഃഖിക്കണം, പിന്നെ കരയണം. അങ്ങനെ ഒരു കരച്ചിൽ ഉണ്ടാകണമെങ്കിൽ വെറുതെ നമുക്ക് അങ്ങനെ കരയാൻ പറ്റില്ല. അത്രമാത്രം സങ്കടം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഹൃദയം ഒന്ന് തകരണം. എപ്പോഴാണ് നമ്മുടെ ഹൃദയം തകരുന്നത്? ഇപ്പോ നമ്മുടെ അയൽപക്കത്ത് ഒരു ആള് മരിച്ചെന്ന് വിചാരിക്കും, നമുക്ക് സങ്കടം ഉണ്ടാകും. അതെത്ര ഉണ്ടാവും? അതിത്രേ ഉള്ളൂ. അയ്യോ മരിച്ചുപോയി, ഇന്നലെ കണ്ട ആണാണല്ലോ, ഇപ്പൊ കാണുന്നില്ല, മരിച്ചുപോയി. ദുഃഖം ഉണ്ടാവും. കരയോ? കരയാനൊന്നും സാധ്യതയില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാലോ? ആരെങ്കിലും ഉപദേശിക്കണോ? ഒന്ന് സങ്കടപ്പെട്, ഒന്ന് ദുഃഖിക്ക്, ഒന്ന് കരയൂ എന്ന് ആരെങ്കിലും പറയണ്ട. നമ്മൾ അവിടെ അലമുറയിട്ട് ചിലപ്പോൾ കരയേണ്ടി വരും. കരയും. ദൈവസന്നിധി നമുക്ക് ഉയർച്ച കിട്ടണമെങ്കിൽ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഉപവസിക്കും പ്രാർത്ഥിക്കും ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന, നീങ്ങിപ്പോകുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ ആ സ്വയ നിഗളങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നീങ്ങിപ്പോകാനിടയാകും. കർത്താവിന്റെ സന്നിധിയിൽ താഴണം. എങ്ങനെ താഴാൻ പറ്റും? ഒരു മനുഷ്യനും വെറുതെ ദൈവസന്നിധി താഴാൻ പറ്റില്ല. കാരണം ഈ ജഡം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഞാൻ എന്തോ ആണെന്നാണ് ഈ ജഡത്തിന്റെ ചിന്ത. എല്ലാവരുടെയും പ്രശ്നം അതാ. എന്റെയും നിങ്ങളുടെ ഒക്കെ പ്രശ്നം അതാ. ഈ ജഡം എന്തോ, ഞാൻ എന്തോ ആണെന്നാണ്. നമ്മളൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നുമല്ല. ഒരു പനി വന്നാൽ മതി, പിന്നെ തീർന്നു നമ്മുടെ പരിപാടി. അത്രേ ഉള്ളൂ. നമ്മുടെ നിഗളങ്ങളും അഹങ്കാരങ്ങളും സ്വയപ്രശംസകളും ഉപവസിക്കുന്നതിലൂടെ നീങ്ങിപ്പോകും. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ. നമ്മൾ സ്വയം താഴണം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരിലും ഒടുക്കത്തവനായിരിക്കട്ടെ, എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ നമ്മുടെ ജഡത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, കർത്താവ് നമ്മളെ ഉയർത്തും. ഏതെങ്കിലും ഒരു മനുഷ്യനല്ല നമ്മൾ ഉയർത്തുന്നത്, പ്രസ്ഥാനമല്ല ഉയർത്തുന്നത്, നമ്മുടെ കുടുംബക്കാരല്ല ഉയർത്തുന്നത്, നമ്മുടെ മക്കളല്ല ഉയർത്തുന്നത്. എല്ലാ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലും ആര് നമ്മളെ ഉയർത്തും? കർത്താവ് നമ്മളെ ഉയർത്തും. ആ ഉയർച്ച നമുക്ക് മതി. മനുഷ്യൻ ഉയർത്തിയാൽ എത്രത്തോളം ഉയർത്തും? ആ കൈ അവരെത്രമാത്രം പൊക്കി പിടിക്കാമോ അത്രമാത്രം അവർ ഉയർത്തും. ആ മനുഷ്യൻ ഇങ്ങനെ കൈ പൊക്കി നമ്മളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചെന്ന് വിചാരിക്കൂ. കുറച്ച് കഴിയുമ്പോൾ അവന്റെ കൈ കഴയ്ക്കും. കൈ കഴച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഒറ്റിടലിടും. പത്തോ എന്ന് പറഞ്ഞ് താഴെ വീഴും. അപ്പൊ മനുഷ്യൻ നമ്മളെ ഉയർത്തുമ്പോൾ, പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ ഉയരാൻ തയ്യാറാകരുത്. ദൈവത്താലുള്ള ഉയർച്ച നമുക്ക് വേണം. അത് നമുക്ക് ലഭിക്കും. അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ ജഡത്തിലുള്ള നിഗളങ്ങളെല്ലാം നീങ്ങിപ്പോയി ദൈവത്താലുള്ള ഉയർച്ച നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ സിദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം.